കാറ്റത്ത് കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷ് നിധിയോടായി തനിക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ എന്നവൾ ചോദിക്കേ, അല്ല എനിക്കിങ്ങനെ ഇരുന്നിട്ടെ വല്ലാത്തൊരു ബോറടി. എന്നവൻ പറയേ, ശരിയാ എന്ന് നിധിയും പറയുന്നുണ്ട്. ആണോ, എന്ന് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോ എന്നവൻ ചോദിക്കേ. എവിടെ പോവാൻ എന്നവൾ ചോദിക്കുന്നു. നല്ല സ്ഥലമല്ലേ, ചുമ്മാ നമുക്കൊന്നിങ്ങ് കറങ്ങിയിട്ട് വരാമെന്നേ. പോവാം എന്നവൻ ചോദിക്കേ. ശരി, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തതല്ലേ, സമ്മതിച്ചു എന്ന് നിധിയും. പോവാം എന്നവൻ വീണ്ടും സംശയത്തോടെ ചോദിക്കേ. പോവാന്നേ എന്നവൾ പറയേ. എന്ന് ശരി, എന്നതെ നമുക്ക് അതിൽ പോവാമെന്ന് പറഞ്ഞ് മുറ്റത്ത് കിടന്ന സൈക്കിൾ ചൂണ്ടിക്കാണിക്കുക സുധീഷ്. എനിക്ക് സൈക്കിളിൽ പോയി പരിചയമില്ലെന്ന് നിധി പറയേ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇയാള് വാ എന്ന് പറഞ്ഞ് സുധീഷ് അവളെ നിർബന്ധിച്ച് എഴുന്നേറ്റ് പോയി സൈക്കിളിൽ കയറുകയാ. നിധി എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവളോട് പുറകിലേക്ക് കയറാനായി സുധീഷ് പറയുക. അവൾ കയറുമ്പോഴേക്കും സുധീഷ് സൈക്കിളും എടുത്ത് പോകുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ട് സീറ്റ് ഔട്ടിലേക്ക് വന്ന നികേഷ് ആ കാഴ്ചയെ നോക്കി നിൽക്കുമ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് വരുന്നത്. ഹരീഷേട്ടാ അത് നോക്കിയേ എന്നവൻ സന്തോഷത്തോടെ പറയേ. അമ്പടി, എവിടേക്കാണാവോ പോണേ എന്ന് സുധീഷും ചിരിയോടെ പറയുന്നുണ്ട്. നിധിയെയും കൊണ്ട് സന്തോഷത്തോടെ നാട്ടിലെ കാഴ്ചകളും കണ്ട് സൈക്കിൾ ഒളിച്ചു പോകുന്ന സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. എന്റെ ദൈവമേ, എന്നും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ അവസരം തന്നൂടെ നിനക്ക് എന്ന് മനസ്സിൽ പറഞ്ഞ് നിധിയെ വിളിച്ച്, നിധി നല്ല തണുത്ത കാറ്റുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഇയാൾ ആരാ, നിവിൻ പോളിയാണോ എന്ന് നിധിയും. അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണെന്നേ, ഈ നാട്ടുംപുറത്തിന്റെ ഒരു പ്രത്യേകത അതാ, നല്ല ഫ്രഷ് എയർ ആയിരിക്കുമെന്ന് സുധീഷും. ഹലോ, ഞാനും ഒരു നാട്ടുംപുറത്ത് തന്നെയാ വളർന്നത് എന്ന് നിധി പറയേ. അത് ശരിയാണല്ലോ, തക്കലയെന്ന ഓണം കേറാ മൂലയിൽ നിന്നാണ് ഭവതി വന്നതെന്ന് നോം അറിഞ്ഞില്ല എന്ന് സുധീഷ് കളിയൊക്കെ. അത് ശരിയാ, ഞാൻ ഓണം കേറാ മൂലയില്ല, പക്ഷേ സ്വഭാവത്തിൽ നിങ്ങളെക്കാളും ഒക്കെ പരിഷ്കാരമുണ്ട് എന്ന് നിധി പറയുന്നതുകൾക്ക് ചമ്മലോടെ ഇരിക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീട്ടിലെത്തിയ നീതുവിനെ വീണ്ടും അമ്മ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും താൻ പ്രഗ്നന്റ് ആണെന്ന വാദത്തിൽ അവൾ ഉറച്ചു നിൽക്കുകയും സീത ദേഷ്യത്തോടെ സുഭാഷിനെ വിളിച്ച് ഇക്കാര്യം പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പ്രകൃതിയെക്കുറിച്ചും ഗ്രാമത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു കൊണ്ട് പോകുന്നതിനിടയിലാണ് സുധീഷിന്റെ ബാലൻസ് തെറ്റി നിധി പെട്ടെന്ന് താഴോട്ട് വീഴാൻ പോകുന്നത്. ഒരു വിധത്തിൽ അവൾ സൈക്കിളിൽ പിടിച്ചു നിൽക്കുമ്പോഴേക്കും റോഡിലൂടെ പോവുകയായിരുന്ന ഒരു സ്ത്രീയും അവരോടായി പറയുന്നുണ്ട്. മോനെ, നീ ഭാര്യയെ പുറകിലിരുത്തിയാണോ സൈക്കിൾ ഓടിക്കുന്നതെന്ന്, പിന്നെ തലയിൽ വെച്ച് കൊണ്ടുപോകണോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. മുന്നിലിരുത്തി സൂക്ഷിച്ചു കൊണ്ടുപോയിക്കൂടെ, ഈ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം പേടിയോടെയാണ് നിൽക്കുന്നത്. മോളെ, നീ മുൻവശത്ത് കയറിയിരുന്ന് പോയെന്ന് അവളോട് പറയുകയാണ്. അതൊന്നും വേണ്ട, ഞാൻ പുറകിലിരുന്നോളാമെന്ന് നിധിയും. ഇവൻ നന്നായി സൈക്കിൾ ഓടിക്കുന്നുണ്ട്, പോകെ പോകെ റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാ, അതുകൊണ്ടാ പറയുന്നത്, മുന്നിലേക്ക് ഇരുന്നോ എന്ന് അവർ വീണ്ടും പറയേ. നിധി, മൂത്തവർ പറയുന്നത് കേൾക്കണമെന്നല്ലേ, വാ വന്ന് മുന്നിലിരിക്കെന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി ടെൻഷനോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കേ. നിധി വന്നിരിക്കും നിധി. ചേച്ചി ഒന്ന് പറ ചേച്ചി എന്ന് സുധീഷ് ആ ചേച്ചിയോടായി പറയുമ്പോഴേക്കും മുന്നിലിരുന്ന് സേഫായി പോവാൻ നോക്കുമോളെ എന്ന് ആ ചേച്ചിയും പറയുകയാ. എന്നെ താഴെ വീഴ്ത്തി ഇടുമോ എന്ന് നിധി പേടിയോടെ ചോദിക്കേ. താഴെ വീഴാതിരിക്കാനാ മുന്നിലിരിക്കാൻ പറഞ്ഞത്, ഞാൻ നോക്കിക്കോളാം, നിധി വന്ന് മുന്നിൽ കയറിയിരിക്കേ എന്ന് സുധീഷും പറയുന്നുണ്ട്. മുന്നിലിരിക്കും മോളെ, സൂക്ഷിച്ചു പോണേ, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ആ ചേച്ചി യാത്ര പറഞ്ഞു പോവുകയാണ്. താങ്ക്സ് ചേച്ചി എന്ന് സുധീഷും വിളിച്ച് പറയുന്നുണ്ട്. വാ നിധി വന്നിരിക്കെന്ന് സുധീഷ് വീണ്ടും നിർബന്ധിക്കേ. നിധി സൈക്കിളിന്റെ മുന്നിലേക്ക് കയറി ഇരിക്കുക. സുധീഷും സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നല്ല നാട്, നല്ല ചേച്ചിമാർ, എല്ലാവരും നന്നായി ഇരിക്കട്ടെ എന്ന്. സുധീഷേ, ഞാൻ ഇത് എവിടെ പിടിക്കുമെന്ന് നിധി ചോദിക്കേ. എവിടെ വേണമെങ്കിലും പിടിക്കേ, ഞാൻ പിടിച്ച എന്റെ ഈ കൈയുടെ മുകളിൽ പിടിച്ചാലും മതി എന്ന് സുധീഷ് പറയേ. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ പിടിക്കാമെന്ന് പറഞ്ഞ് നിധി സൈക്കിളിന്റെ മുൻപിലോട്ട് പിടിക്കുക. അവൾ ഒരു വിധത്തിൽ റെഡി ആയിരിക്കുമ്പോഴേക്കും നിധി, കംഫർട്ടബിൾ അല്ലേ, നമുക്ക് പോയാലോ എന്ന് സുധീഷ് ചോദിക്കുക. പോവാമെന്ന് അവൾ പറയുമ്പോഴേക്കും സുധീഷ് സന്തോഷത്തോടു കൂടി അവളെയും മുന്നിലിരുത്തി സൈക്കിൾ ഓടിച്ചു പോവുകയാണ്. അങ്ങനെ അവർ ഗ്രാമത്തിലെ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് കൊച്ചു വർത്തമാനവും പറഞ്ഞ് സൈക്കിളിൽ ചുറ്റിക്കറങ്ങുകയാ. അങ്ങനെ സമയം ഉച്ചയായി തുടങ്ങുമ്പോഴേക്കും ടൈം പോകുന്നത് അറിഞ്ഞതേ ഇല്ല എന്ന് നിധി പറയുന്നു. അതെ നിധി, നമുക്ക് ഒരു റൗണ്ട് കൂടി ചുറ്റിക്കറങ്ങിയാലോ എന്ന് സുധീഷ് ചോദിക്കേ. അതൊന്നും വേണ്ട, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് നിധി പറയുകയാണ്. സുധീഷിന് വിശക്കുന്നില്ലേ എന്ന് അവൾ ചോദിക്കേ. വിശപ്പേ തോന്നുന്നില്ല, ഞാനിങ്ങനെ പറന്നു പോകുന്നത് പോലെ തോന്നുകയാ എന്ന് സുധീഷ് പ്രണയത്തോടെ പറയേ. അതിന് സൈക്കിളല്ലേ ഓടിക്കുന്നതെന്ന് നിധിയും ചോദിക്കുക. അതൊന്ന് നശിപ്പിച്ച് വാ, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സുധീഷ് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ വീട്ടുമുറ്റത്ത് സൈക്കിൾ കൊണ്ട് നിർത്തുമ്പോഴേക്കും സുധീഷ് പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിക്കുക. നിധി അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് എന്താ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് കൈയെടുത്താലല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് നിധിയും. സുധീഷും കൈയെടുത്ത് സോറി സോറി എന്ന് പറയുമ്പോഴേക്കും ശരി, ഞാൻ അകത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നിധി വീട്ടിലേക്ക് കയറി പോവുകയാണ്. ഓട്ടോയിൽ നീതുവിനെയും കൊണ്ട് വീട്ടിലേക്കുള്ള യാത്രക്കിടയിലും സീത അവളെ വഴക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്.
അവിടെ സുധീഷും കൂട്ടരും ഫുഡ് കഴിക്കാനിരിക്കുക. സുഭാഷ് ഏട്ടൻ എല്ലാവർക്കുമുള്ള പ്ലേറ്റുമായി വരുമ്പോഴേക്കും സുധീഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന്റെ എക്സ് എവിടെയെന്ന്. എനിക്കെങ്ങനെ അറിയുമെന്ന് ഹരീഷും. അതെ, നിനക്കറിയാൻ സാധ്യതയില്ലല്ലോ. അവൻ തന്റെ അപ്പുറത്തിരിക്കുന്ന നികേഷിനോടായി, നികേഷെ, സുഭാഷ് ഏട്ടന്റെ എക്സ് എവിടെ പോയി എന്ന് ചോദിക്കുക. അവരിപ്പോഴും അമ്പലത്തിൽ തന്നെയാ. അവിടെ അടുത്ത് കുറെ അമ്പലങ്ങളുണ്ട്, അതിലെല്ലാം കയറി പ്രാർത്ഥിച്ചിട്ടേ വരുമെന്ന് സുനന്ദയോട് സംസാരിച്ചപ്പോ പറഞ്ഞു എന്ന് നികേഷും പറയുക. കണ്ടില്ല ഹരീഷെ, എന്തൊക്കെ ഡീറ്റെയിൽസാ ഇവൻ അറിയുന്നതെന്ന് സുധീഷ് ഹരീഷിനോടായി പറയുന്നുണ്ട്. ഇപ്പോ പറഞ്ഞതാണോ കുറ്റമെന്ന് നികേഷൻ ചോദിക്കുക. അപ്പോഴാണ് അവരുടെ സംസാരം ശ്രദ്ധിച്ച് കഴിക്കാനിരിക്കുമ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്തിനാടാന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അതിന് കഴിക്കാൻ തുടങ്ങിയില്ലല്ലോ സുഭാഷ് ഏട്ടാ, അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നതാണെന്ന് സുധീഷും. സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുക. നല്ല വിശപ്പ് സുഭാഷ് ഏട്ടാ, പെട്ടെന്ന് തായെന്ന് സുധീഷും വിളിച്ച് പറയുക. നിധി അവനെ പെട്ടെന്ന് ചോറെടുത്ത് കൊടുത്ത് സുധീഷിന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല നിധി, ചെറിയ വേദനയൊക്കെ ഉണ്ട്, നല്ല വിശപ്പുമുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കാമെന്ന് സുധീഷും പറയുകയാ. വേദന സഹിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനെ വിഷമത്തോടെ നോക്കിയിരിക്കുക നിധിയും. കഴിക്ക് നിധി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും കഴിക്കാനായി തുടങ്ങുക. ഹരീഷും പതിയെ സുധീഷിനോടായി പറയുന്നുണ്ട്, ഇങ്ങനെയൊരു റിസ്ക് എടുത്ത് കുടുംബത്തിനു വേണ്ടി ചെയ്യണമെങ്കിൽ എന്തോ ഒരു കാര്യം അതിലില്ലേ എന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, എനിക്ക് നിധിയോടുള്ള ലവ് ആണ്. അവൾക്കിപ്പോ എന്നോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, നീയും കണ്ടില്ലേ എന്ന് സുധീഷ് ചോദിക്കുക. നികേഷും ശബ്ദം താഴ്ത്തി പറയുക, അതെ സുധീഷ് ഏട്ടാ, ഞാനും അത് ശ്രദ്ധിച്ചു. സുധീഷ് ഏട്ടന്റെ കാര്യത്തിൽ ഏടത്തിക്ക് നല്ല വിഷമമുണ്ട്. സുധീഷ് ഏട്ടൻ എഴുതിയപ്പോ ചിരിച്ചു ചിരിച്ച് സംസാരിക്കുന്നു. സുധീഷ് ഏട്ടൻ ഏടത്തിയും കൊണ്ട് സൈക്കിളിൽ നാട് ചുറ്റാൻ ഇറങ്ങുന്നു എന്നൊക്കെ നികേഷ് പറയുന്നതിൽക്കെ, നികേഷെ നീയും അത് കണ്ടോ എന്ന് സന്തോഷത്തോടെ സുധീഷ് ചോദിക്കുക. ഞാനും ഹരീഷ് ഏട്ടനും രണ്ടുപേരും നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോട് ഇഷ്ടം തോന്നി തുടങ്ങി എന്നാ തോന്നുന്നത്. സന്തോഷത്തോടെ സുധീഷും, അതേടാ നികേഷെ, അവൾ എന്നെ ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഹരീഷും പറയുന്നുണ്ട്, ഇയാളുടെ ഈ ഓവർ കോൺഫിഡൻസാ എല്ലാം കുളമാക്കുന്നത്, ഒന്ന് അടങ്ങിയിരിക്കുന്നു. സുധീഷ് അവനെ വഴക്കു പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് ശ്രദ്ധിച്ച് സുഭാഷ് ഏട്ടനും എല്ലാവരും ഒന്നും സംസാരിക്കാതെ കഴിക്കുന്നുണ്ട് എന്ന് പറയേ, ശരി എങ്കിൽ കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് സുധീഷും. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാവരെയും ശ്രദ്ധിച്ചിരിക്കുന്ന സുഭാഷ് ഏട്ടനെ കാണുന്ന ചാന്ദിനിയും, ആപ് നെഹി ഗാ രഹി ഹോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, ഞാൻ കഴിച്ചോളാം ചാന്ദിനി, നീ കഴിക്കുന്ന സുഭാഷ് ഏട്ടൻ പറയുന്നതൊക്കെ നികേഷും പറയുന്നുണ്ട്. നമ്മൾ ഇത്ര ആളുകൾ ഉണ്ടായിട്ട് സുഭാഷ് ഏട്ടൻ കഴിക്കാത്തത് ശ്രദ്ധിച്ചോ? ചാന്ദിനിയാണ് കറക്റ്റായി അത് ശ്രദ്ധിച്ചത്. അത് കേട്ട് സുഭാഷ് ഏട്ടനും, അതെ അതെ, കണ്ടില്ലേ, നിങ്ങൾക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല, ചാന്ദിനിക്ക് മാത്രമേ എന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളൂ എന്ന് സുഭാഷ് ഏട്ടൻ പരിഭവത്തോടെ പറയേ. സുഭാഷ് ഏട്ടാ, ഞാനല്ലേ ഇപ്പൊ ഇത് പറഞ്ഞത് എന്ന് നികേഷും ചോദിക്കുക. പറഞ്ഞു, പക്ഷേ കഴിച്ചു എന്ന് ചോദിച്ചോ നീ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നതുകൾക്ക് നിധിയും, സുഭാഷ് ഏട്ടാ, ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു, അതിനിടയിലാണ് ചാന്ദിനി കയറി ചോദിച്ചത്. അതിന് സുഭാഷ് ഏട്ടൻ ഇങ്ങനെയെല്ലാം പറയണമെന്ന് നിധിയും പരിഭവത്തോടെ ചോദിക്കുക. സോറി മോളെ, ഞാൻ ഇവനെ വെറുതെ ഒന്നും കളിയാക്കിയതാ, മോളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ, ഓ അനിയത്തി സ്നേഹം തുടങ്ങി എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുക. നീതുവിനെയും കൊണ്ട് ചന്ദ്രനും സീതയും അഖിലുമെല്ലാം വീട്ടിലെത്തിയിരുന്നു. സീത അവളെ ഒരു ചെയറിലേക്ക് പിടിച്ചു വലിച്ചിരുത്തി സങ്കടത്തോടെ നിലവിളിക്കാൻ തുടങ്ങുക. എടി മഹാഭാബി, ഞങ്ങളെല്ലാം നാണം കെടുത്തിയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ? എടി, ആ വൃത്തികെട്ടവനെ കാണരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അവന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് വന്നിരിക്കുന്നു, നാണമില്ലടി നിനക്ക്? അതിനുള്ള പ്രായമായോടി നിനക്ക്? 21 വയസ്സാവുമ്പോഴേക്കും ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു, ഒരു വൃത്തികെട്ടവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. സങ്കടം സഹിക്കാനാവാതെ തലയും കുനിച്ചിരിപ്പ ചന്ദ്രനും. ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പ അഖിലും. വന്നവരെല്ലാം ഇത് അറിഞ്ഞില്ലേടി? ഈ സമയത്തിനുള്ളിൽ നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. മാനവും മര്യാദയും എല്ലാം പോയി. കുടുംബത്തിന്റെ മാനം കളഞ്ഞവളെ ഇങ്ങനെ ചിന്തിന് ചെയ്തിടി എന്ന് ചോദിച്ച് അമ്മ നിലവിളിച്ചു കരയുക. നീതു അച്ഛനെ ശ്രദ്ധിച്ച് തലയും കുനിച്ച് ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന അച്ഛന്റെ അരികിലേക്ക് ചെന്ന് അച്ഛ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് തട്ടിത്തെറിപ്പിക്കുക. അഖിലും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പോയി, എല്ലാം പോയി. എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ അപമാനിതനായി. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാ അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നഖിൽ പറയുന്നത് കേൾക്കെ നീതുവും ചോദിക്കുന്നുണ്ട്, അവൻ എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണല്ലോ ചേട്ടൻ സംസാരിക്കുന്നത്. എന്റെ കല്യാണകാര്യം ആദ്യം എന്നോടാണ് പറയേണ്ടത്. കള്ളം പറഞ്ഞു പറ്റിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി മണ്ഡപത്തിൽ ഇരുത്താൻ നോക്കി. ഞാനെന്താ, എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിക്കണോ എന്നവളും ദേഷ്യത്തോടെ അഖിലിനോടായി ചോദിക്കുക. അമ്മയും സംശയത്തോടെ അവളോടായി ചോദിക്കുന്നുണ്ട്, നോക്ക് നീതു, ഈ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ നീ ഈ കള്ളം പറഞ്ഞത്? അതോ നീ ശരിക്കും പ്രഗ്നന്റ് ആണോ എന്നമ്മ ചോദിക്കുന്നത് കേൾക്കെ നീതുവും ഒരു നിമിഷം ആലോചനയുടെ ഇരുന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വേണ്ട നീതു, സത്യം തുറന്നു പറയല്ലേ. സത്യം അറിഞ്ഞാൽ ഇവർ വീണ്ടും കല്യാണം നടത്തും. ഹരീഷ് ഇപ്പോൾ നാട്ടിലില്ലാത്തതാ. അവൻ തിരിച്ചു വരുന്നത് വരെ ദയവ് ചെയ്ത് ഈ കള്ളം മെയിൻറ്റെയിൻ ചെയ്യണം
എന്തു വന്നാലും സത്യം തുറന്നു പറയരുതെന്ന് മനസ്സിൽ ഉറപ്പിക്കുക അവളും. എടി ചോദിച്ചത് കേട്ടില്ലേ, പറയടി എന്ന് സീത വഴക്കു പറയേ. നീതു പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നീതു പറയുന്നതുകൾക്ക് സീത നെഞ്ചു തടിച്ച് നിലവിളിക്കുകയാ. അത് ശ്രദ്ധിച്ച് നീതുവും സങ്കടപ്പെടാതെ അമ്മേ, ഹരീഷ് എന്നെ വഞ്ചിക്കുകയൊന്നുമില്ല, അവൻ ഉറപ്പായും എന്നെ കല്യാണം കഴിക്കുമെന്ന് നീതു പറയുന്നതുകൾക്ക് ദേഷ്യത്തോടെ ഹരീഷ് 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 എന്ന് പറഞ്ഞ് അവളുടെ നേരെ കാലും മടക്കി ചെല്ലുമ്പോഴേക്കും അച്ഛൻ അവനെ തടയുകയാ. ഹരീഷും ദേഷ്യം സഹിക്കാനാവാതെ പിന്മാറുമ്പോഴേക്കും അമ്മ സങ്കടത്തോടെ അച്ഛനെ നോക്കി പറയുന്നുണ്ട്, ആ മനുഷ്യനെ ഒന്ന് നോക്കടി, മനസ്സ് തകർന്നിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഇനി എങ്ങനെ ഈ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കും? ഇനി പുറത്തിറങ്ങിയാൽ നീ ഉണ്ടാക്കിയ മാനക്കേടിനെ പറ്റിയേ എല്ലാവരും സംസാരിക്കും. അതിനെന്ത് മറുപടി പറയുമിടി നിന്റെ അച്ഛൻ? സ്വന്തം മോളെ മാനമര്യാദയ്ക്ക് വളർത്താൻ കഴിവില്ലെന്നവൾ പറയില്ലടി. എന്തടി ഞങ്ങൾ മറുപടി പറയേണ്ടത്? കാര്യമില്ലാത്ത കാര്യത്തിനവൾ വളവളന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു കാര്യവുമില്ലാത്ത വിഷയത്തിൽ പോലും കണ്ണും കാതും മൂക്കും എല്ലാം തുറന്നു വെച്ച് സംസാരിക്കും. നീ ഇപ്പോൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് വല്ല ബോധവുമുണ്ടോ? ഇനി നീ എങ്ങനെ വിചാരിച്ചാലും നിന്റെ ജീവിതം പഴയതുപോലെ ആവില്ല. നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചു. ഇനി നിനക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റുമോ? കാണുന്നവരെല്ലാം പരിഹാസത്തോടെ കുത്തുവാക്കുകൾ പറഞ്ഞ് കാറി തുപ്പും എന്നമ്മ സങ്കടത്തോടെ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അച്ഛനും സങ്കടത്തോടെ അവളോട് ചോദിക്കുക, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിച്ചതാ? നീ ചോദിച്ചതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടില്ലേ? എനിക്ക് കഴിവില്ലാഞ്ഞിട്ടും ഒരു നല്ല കോളേജിൽ നിന്നെ പഠിക്കാൻ അയച്ചു. ഇതുവരെയും ഒരു നെറുകേടും കാണിക്കാതെ വണ്ടി ഓടിച്ചാ ജീവിക്കുന്നത്. എന്റെ മോള് സന്തോഷമായിരിക്കണം, കഷ്ടപ്പെടുതെന്ന് വിചാരിച്ച എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നീ ചെയ്തു കൂട്ടിയതോ? ഇതിനു പകരം ഞങ്ങൾക്കെല്ലാം വിഷം വാങ്ങിത്തന്ന് അങ്ങ് കൊല്ലുന്നതാ എന്നച്ഛൻ സങ്കടത്തോടെ പറയുന്നതുകൾക്ക് അമ്മയും ചോദിക്കുന്നുണ്ട്, ഇവൾ ഈ ചെയ്തു കൂട്ടിയ പോക്രിത്തരത്തിന് നമ്മൾ എന്തിനു ചാവണം? ഇവൾ ഈ ചെയ്തു വന്നിരിക്കുന്നതിനെ ഇവൾ തന്നെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയും അഖിലുമെല്ലാം അവളെ വാ തോരാതെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം അടക്കാനാവാതെ അഖിൽ അവളുടെ മൊബൈൽ തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അവന് വിളിക്ക് എന്ന് പറഞ്ഞ് അവളുടെ നേരെ അവളുടെ മൊബൈൽ നീട്ടി, ദാ അവന് വിളിക്ക്, ലോക്ക് തുറന്ന് അവനെ വിളിക്കടി, അവനോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുമ്പോഴേക്കും അവൾ ടെൻഷനോടെ ഇരിക്കുന്നതുകൊണ്ട്, വിളിക്കടി, ഹരീഷിനെ വിളിക്ക്. കോൾ ചെയ്ത് സ്പീക്കറിലിടുന്ന ഹരീഷ് പറയുമ്പോഴേക്കും നീതു ഹരീഷിനെ വിളിക്കുകയാ. അവിടെ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഹരീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. എടാ, കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിലും, ഇല്ല സുഭാഷ് ഏട്ടാ, സംസാരിച്ചിട്ട് വരാം, കഴിച്ചു കഴിഞ്ഞു എന്ന് ഹരീഷ് പറയുന്നതുകൾക്ക്, കഴിച്ചു കഴിഞ്ഞെന്നോ? ആരാടാ ഫോണിലെന്ന് സുധീഷ് ചോദിക്കെ ഹരീഷ് മൊബൈൽ കാണിച്ചു കൊടുക്കുക. ഓ നീതുവാണോ എന്നവൻ കളിയാക്കി ചോദിക്കുമ്പോഴേക്കും, രാവിലെ സംസാരിച്ചിട്ട് വെച്ചതാ, അമ്പലത്തിൽ നിന്ന് വിളിച്ചപ്പോ അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു, എന്താണെന്നറിയില്ല, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞവൻ എഴുന്നേറ്റ് മൊബൈലുമായി പുറത്തേക്ക് പോവുകയാണ്. ഹരീഷ് കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നീതുവിന്റെ കയ്യിൽ നിന്ന് അഖിൽ മൊബൈൽ പിടിച്ചു വാങ്ങി. എടാ വൃത്തി കിട്ടവനെ എന്ന് ദേഷ്യത്തോടെ അഖിൽ വിളിക്കുന്നുണ്ട്. അത് കേൾക്കേ നീതു എന്ന് സംശയത്തോടെ ഹരീഷ് വിളിക്കേ, ഞാൻ അവളുടെ ചേട്ടനാണോ സംസാരിക്കുന്നത്? വൃത്തി കെട്ടവൻ, എവിടെയാടാ നീ? എന്റെ അനിയത്തിയെ പ്രഗ്നന്റ് ആക്കിയിട്ട് എവിടെയാടാ ഒളിച്ചു പോയി നിൽക്കുന്നത്? അമ്പലത്തിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ ഇവൾ താൻ പ്രഗ്നന്റ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. ഹരീഷ് ആണ് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്നിവൾ വിളിച്ചു പറഞ്ഞു. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ കൊന്നുകളയും നിന്നെ ഞാൻ. എന്റെ അനിയത്തിയെ പ്രഗ്നന്റ് ആക്കിയതിന്റെ ധൈര്യത്തിലാണോടാ നീ നാട് വിട്ടു പോയത്? നാണം കെട്ടവനെ, നിന്റെ കുടുംബത്തിന്റെ മഹത്വം നീ കാണിച്ചു. എന്റെ കൺമുന്നിലെങ്ങാനും പെട്ടാലുണ്ടല്ലോ നിന്നെ വെട്ടി നുറുക്കും ഞാൻ. മറുപടി പറയടാ എന്നൊക്കെ അഖിൽ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കാര്യം മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കുകയാ ഹരീഷ്. എങ്ങോട്ടാടാ ഓടി ഒളിച്ചത്? മറുപടി പറയടാ എന്നൊക്കെ അഖിൽ വിളിച്ചു പറയുമ്പോഴേക്കും സീത അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി അത് സ്വിച്ച് ഓഫ് ചെയ്യുകയാ. എന്താ അമ്മേ നിങ്ങൾ ഈ ചെയ്തതെന്ന് ഹരീഷ് ദേഷ്യത്തോടെ ചോദിക്കേ, ഈ നാണം കെട്ടവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അവന്റെ ചേട്ടനൊരുത്തനുണ്ടല്ലോ മര്യാദ രാമൻ, അവനെ വിളിക്ക് എന്ന് പറഞ്ഞമ്മ അഖിലിന്റെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുമ്പോഴേക്കും അഖിൽ നീതുവിന് നേരെ മൊബൈൽ നീട്ടി, വിളിക്ക്, അവന്റെ ചേട്ടന് വിളിക്ക് എന്ന് ദേഷ്യത്തോടെ പറയേ. സുഭാഷ് ഏട്ടനെ എന്തിനു വിളിക്കണം? എന്റെ കയ്യിൽ സുഭാഷ് ഏട്ടന്റെ നമ്പർ ഒന്നുമില്ലെന്ന് നീതുവും പറയുകയാണ്. നമ്പർ ഇല്ലെന്നോ? എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോയി നമ്പർ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഹരീഷ് അപ്പോഴും അവിടെ സിറ്റ് ഔട്ടിൽ നീതു പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ ഷോക്കിൽ നിൽപ്പാ. പ്രഗ്നന്റ് ആണെന്നോ? അങ്ങനെ നടക്കാൻ ഒരു സാധ്യതയുമില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നടക്കാത്തൊരു കാര്യം പറഞ്ഞ് ഇവരെന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്നൊക്കെ ഓർത്ത് സംശയത്തോടെ ഇരിപ്പാ അവനും. സീത നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അഖിൽ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതും ടെൻഷനോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞത് കാരണം ഇപ്പോൾ പ്രശ്നത്തിന് മേലെ പ്രശ്നം വന്നു തുടങ്ങുകയാണല്ലോ. എന്തു വന്നാലും സത്യം പറയരുത് നീതു. നീ സത്യം പറയാത്തിടത്തോളം കാലം ഇവര് നീ പറഞ്ഞ കള്ളം വിശ്വസിച്ചോളൂ എന്നൊക്കെ മനസ്സിലുറപ്പിച്ച് ധൈര്യത്തോടെ ഇരിക്കുക നീതുവും. അവിടെ സുഭാഷും കുട്ടരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുമ്പോഴാണ് സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ കോൾ എടുക്കുമ്പോഴേക്കും സീതയും സുഭാഷ് അല്ലേ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, നിങ്ങളാരാ എന്ന് സുഭാഷ് ചോദിക്കേ. ഞാനോ? നീതുവിന്റെ അമ്മ എന്നവർ ദേഷ്യത്തോടെ പറയേ. പറ അമ്മയെന്ന് സുഭാഷ്.
എടാ, നിങ്ങളുടെ കുടുംബം ഒരു മോശപ്പെട്ട കുടുംബമാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ വലിയ യോഗ്യതയോടെ സംസാരിച്ചല്ലോ. ആ സുധീഷിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഹരീഷിനെ പോലെ നല്ലൊരു പയ്യനെ ഈ ലോകത്ത് കാണാൻ കിട്ടില്ലെന്നല്ലേ? നിന്റെ അനിയൻ എന്ത് ദുഷ്ടതരമാ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയാമോ എന്നൊക്കെ അവർ ദേഷ്യത്തോടെ പറയുന്നവൾക്ക് എന്തുപറ്റി, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് സുഭാഷൻ ചോദിക്കുക. സുഭാഷ് ഏട്ടന്റെ കോളം ശ്രദ്ധിച്ചു നിൽപ്പാ നിധിയും ചാന്ദിനിയും സുധീഷും നികേഷുമല്ല. ഹരീഷ് ഇവിടെ ഉണ്ടല്ലോ, അവൻ പിന്നെ എങ്ങനെയാ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് സുഭാഷും ചോദിക്കുക. അവൻ എന്റെ മോളോടും എന്റെ കുടുംബത്തിലും വലിയ അപമാനം ഉണ്ടാക്കിയിട്ടാ പോയത്. കല്യാണം പോലും കഴിയാത്ത പെണ്ണിനെ പ്രഗ്നന്റ് ആക്കി പോയിരിക്കുന്നു എന്ന് സീത കരച്ചിലൂടെ പറയുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ നിൽപ്പാ സുഭാഷ് ഏട്ടനും. വൃത്തികെട്ടവൻ എന്റെ മോളെ ലവ് ചെയ്യുന്നതായി അഭിനയിച്ചതാണോ, അതോ അവന് കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രഗ്നന്റ് ആക്കിയതാണോ? ഇതൊന്നും ഞാൻ വെറുതെ വിടില്ല. കല്യാണം കഴിയാത്ത പെണ്ണിനെ പ്രഗ്നന്റ് ആക്കിയിരിക്കുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത് എല്ലാവരെയും ഞാൻ സ്റ്റേഷനിൽ കയറ്റും. നാണം കെട്ടവന്മാരെ, എന്റെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാക്കിയല്ലോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് അവർ കരയുമ്പോഴേക്കും സുഭാഷും പറയുന്നു, അമ്മേ നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഹരീഷ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് സുഭാഷ് ഉറപ്പിച്ച് പറയുകയാണ്. അതേടാ, നീ അവനെ നല്ലവനെന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അവനൊരു വൃത്തികെട്ടവനാടാ. പല പ്രശ്നങ്ങൾ നടന്നിട്ടും അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൂട്ടിയപ്പോഴോ എന്റെ മോളെ പ്രഗ്നന്റ് ആക്കിയിട്ട് എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. നശിച്ചു പോവത്തേയുള്ളൂവൻ എന്ന് പറഞ്ഞ ലളിത വീണ്ടും ഓരോന്ന് വിളിച്ചു പറയുക. അവർ കോൾ വെച്ച് കഴിയുമ്പോഴേക്കും സുഭാഷും ആകെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു. കാര്യം മനസ്സിലാവാതെ ഉമ്മറത്ത് ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു ഹരീഷും. സുഭാഷ് ടെൻഷനോടെ അവനെ നോക്കി നിൽക്കെ സുധീഷും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സുഭാഷ് ഏട്ടാ? ആരായിരുന്നു ഫോണില്? സുഭാഷ് ഏട്ടൻ ഇത്രയും ടെൻഷൻ ആവാൻ കാര്യം എന്താ എന്ന് സുധീഷ് ചോദിക്കെ എന്തു പറ്റി സുഭാഷ് ഏട്ടാ എന്ന് നിധിയും ചോദിക്കുക. സുഭാഷും പറയുക, അത് പിന്നെ നീതുവിന്റെ അമ്മയെ വിളിച്ചത് എന്നവൻ പറയേ, നീതുവിന്റെ അമ്മയോ? അവരെന്തിനാ സുഭാഷ് ഏട്ടനെ വിളിക്കുന്നതെന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുക. എന്താ ഇപ്പൊ പ്രശ്നം സുഭാഷ് ഏട്ടാ എന്ന് സുധീഷും ചോദിക്കുക. അത് കേട്ട് സുഭാഷ് ഏട്ടനും ഒരു പരങ്ങലോടെ, സുധീഷേ, നീതു പ്രഗ്നന്റ് ആണെന്ന്. അത് കേൾക്കെ വിശ്വസിക്കാനാവാതെ അമ്പരപ്പെടെ നിൽക്കുകയാ നിധിയും സുധീഷും നികേഷും.